കാലവർഷം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ശക്തി പ്രാപിക്കുകയാണ് കാലവർഷം. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വൈദ്യുതി വകുപ്പിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 29, 30 തീയതികളിൽ കാറ്റും മഴയും ശക്തമായേക്കും എന്ന മുന്നറിയിപ്പുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറക്കില്ല എന്നും മന്ത്രി തൃശ്ശൂരിൽ വ്യക്തമാക്കി. സാനു കെ സജീവിലേക്ക് പോകാം വിവരങ്ങൾ നൽകുന്നതിനായി. സാനു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയ ആശ്വാസമാണ്. നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ് പ്രളയത്തിലേക്ക് വരെ നീണ്ട കാര്യങ്ങളെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഓക്കെ, ഏതായാലും എങ്ങനെ വിലയിരുത്താം ഈ മഴക്കെടുതികൾ സംബന്ധിച്ചൊക്കെയും അദ്ദേഹം പറഞ്ഞതും എന്താണ്? പ്രളയം ഉണ്ടായ ഘട്ടത്തിൽ ഡാമുകളൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കൊണ്ടായിരിക്കണം മന്ത്രി കെ രാജൻ മറ്റൊരു കാര്യം കൂടി പ്രളയവുമായി അല്ലെങ്കിൽ അതായത് മുന്നറിയിപ്പില്ലാതെ ഇപ്പോൾ തുറക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 586 വീടുകൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മഴയിൽ 586 വീടുകൾ ഭാഗികമായി 21 വീടുകൾ പൂർണ്ണമായും തകർന്നെന്നുള്ള പ്രാഥമിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മലയോര മേഖലയിൽ 8 മണി വരെ ശരാശരി 500 എണ്ണം മഴ ലഭിച്ചിട്ടുണ്ടെന്നും മണ്ണ് കുതിരുന്നതോടെ 29, 30 തീയതികളിൽ വീണ്ടും കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതേപോലെ തന്നെ അപകട സാധ്യത ഈ പ്രദേശങ്ങളിലുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഈ കണ്ടെയ്നറുമായി അതായത് ഷിപ്പ് മറിഞ്ഞുള്ള കപ്പൽ മറിഞ്ഞുള്ള അപകടത്തെ തുടർന്നുള്ള കാര്യങ്ങൾ മന്ത്രി കണ്ടെയ്നർ താഴ്ന്ന നിലയിൽ പല ഭാഗങ്ങളിലും അടിയുന്ന ഒരു സാഹചര്യമുണ്ട്. തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 200 കോടി കണ്ടെയ്നറുകൾ ആലപ്പുഴ സാനു വിവരങ്ങൾ നൽകുകയായിരുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അതിനൊപ്പം തന്നെ വൈദ്യുതി മന്ത്രി വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വൈദ്യുതി വകുപ്പിനാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന 29-നും 30-നും മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കാറ്റുകൂടി ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ മഴക്കെടുതികളിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്നതും ചില്ലകൾ വീണ് വൈദ്യുതി ബന്ധം നഷ്ടമാകുന്നതുമൊക്കെ ഇപ്പോൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അറിയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറക്കില്ല എന്നുള്ളതാണ്. ഏതായാലും മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട കാര്യം കൂടി വ്യക്തമാക്കുകയാണ്.